നമുക്കുള്ളൊരു ഡൗട്ടാണ്. പൊതുവേ എല്ലാവർക്കും ഉണ്ട്. ഈ മെനോപോസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിന് അടുക്കൽ പോകണ്ട എന്ന് പൊതുവേ ആളുകൾക്ക് അങ്ങനെയാണ്. എനിക്കിതെല്ലാം കഴിഞ്ഞു, എനിക്ക് ആർത്തവമൊന്നുമില്ല, ഇനി ഞാൻ എന്തിനാ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത്, അങ്ങനെ ഒരു ചിന്ത. ഒരു there are a lot of disorders അല്ലെങ്കിൽ ഡിസീസസ് വിച്ച് കംസ് പോസ്റ്റ് മെനോപോസലി. ഇപ്പം പറഞ്ഞ കറക്റ്റാണ്. ആക്ച്വലി ഹോർമോൺസ് എല്ലാം മെനോപോസോടെ ഒരു ഡിക്ലൈൻ സ്റ്റേജിൽ വരും. പക്ഷെ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് നമ്മുടെ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ബോഡിയിൽ വേറെയും ഹോർമോൺസ് ഉണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ പെരിഫറലി ഡെപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന ഫാറ്റിൽ നിന്ന് ഈസ്ട്രജൻ അപ്പോഴും പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അതായത് ഓവറിൽ ഈസ്ട്രജൻ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ, വേറെയും ഈസ്ട്രജൻ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് ആർക്കും വലിയ പിടിയില്ലെന്ന് തോന്നുന്നു. അപ്പം ഈസ്ട്രജൻ സ്റ്റിൽ ബീങ് പ്രൊഡ്യൂസ്ഡ് പെരിഫറലി ഫ്രം നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂ. അപ്പം ആ ഈസ്ട്രജൻ ഉള്ളിടത്തോളം കാലം വി ആർ സ്റ്റിൽ ഇൻ ദാറ്റ് റേഞ്ച് ഓഫ് ഡിസോർഡേഴ്സ്. അപ്പോൾ യൂഷ്വലി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു പോസ്റ്റ് മെനോപോസൽ ഏജ് ഗ്രൂപ്പിലാണ് നമുക്ക് ഈ പ്രീ മെലിഗ്നൻറ്റ് കണ്ടീഷൻസ് ഉണ്ടാവുക എന്ന് പറയും. അതായത് ഈ പറയുന്ന ക്യാൻസേഴ്സ് എല്ലാം ഇപ്പോൾ ചുമ്മാ പറയുവാണെങ്കിൽ സെർവിക്സ്, പിന്നെ എന്താ പറയുക യൂട്രൈൻ ക്യാൻസേഴ്സ്. അപ്പം ഈ ക്യാൻസേഴ്സ് ഒക്കെ വരാനുള്ള പ്രവണത വന്നിട്ട് എക്സ്ട്രീംസ് ഓഫ് ഏജ് ഗ്രൂപ്പിലാണ്. ഹൈപ്പർപ്ലേസിയ എന്ന് പറയുന്നത് ഉണ്ടാവും. അപ്പം ഈ ഹൈപ്പർപ്ലേസിയ വന്നിട്ട് പെരി മെനോപോസലാണ്. അതായത് ഈ മെനോപോസ് ആവാറാവുന്ന സമയത്താണ് ഈ ഒരു ഹൈപ്പർപ്ലേസിയ ഉണ്ടാവുന്നത്. ഹൈപ്പർപ്ലേസിയ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചില ഹോർമോൺസ് ചില സമയത്ത് ഡിക്ലൈൻ ആവും, പിന്നെ റൈസ് ആവും, ഡിക്ലൈൻ ആവും. ഈ ഒരു അബ്നോർമൽ ഹോർമോണൽ പാറ്റേൺ വരുമ്പോഴാണ് ഈ ഹൈപ്പർപ്ലേസിയ വരുന്നത്. എല്ലാവർക്കും വരണമെന്നില്ല, ചിലരിൽ വരും. അവരിലാണ് നമ്മൾ ബയോപ്സി ചെയ്ത് നോക്കുന്നത്. DNC എന്തെങ്കിലും ചെയ്തിട്ട് ഇത് നോർമലി പെരിമോനോപോസിൽ കാരണം ഉണ്ടായ ഹൈപ്പർപ്ലേസിയ ആണോ അതോ ഇനി മാലിഗ്നൻസി, അതായത് ക്യാൻസർ എന്തെങ്കിലും വരാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഹൈപ്പർപ്ലേസിയ ആണോ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പം എപ്പോഴും ഒരു 50 അല്ലെങ്കിൽ 60 കഴിഞ്ഞാൽ മെനോപോസിൽ നമുക്ക് കുറേ സിംറ്റംസ് ഉണ്ട്. നമുക്ക് വേറൊരു ടോക്കിനായിട്ട് വെക്കാം തനിയാ, ബിക്കോസ് ദാറ്റ് ഇസ് എ ഹ്യൂജ് ടോപ്പിക് ഇൻ ഇറ്റ് സെൽഫ്. പക്ഷേ ഗൈനക്കോളജിസ്റ്റിനെ ചിലപ്പോൾ കാണാനുള്ള ചാൻസ് ഇനിയായിരിക്കും ചിലപ്പോൾ കൂടുക, മെനോപോസിന് ശേഷമായിരിക്കും ചിലപ്പോൾ കൂടുക, പറയാൻ പറ്റത്തില്ല. ദർ ആർ ലോട്ട് ഓഫ് കണ്ടീഷൻ വിച്ച് കംസ് ആഫ്റ്റർ മെനോപോസ് ഓൾസോ. സോ യു ഹാവ് ടു ഓൾവേസ് ഹാവ് എ ഗൈനക്കോളജിസ്റ്റ്. അത് നമ്മളൊരു ഫാമിലി ഡോക്ടറിനെ പോലെ ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഇത് വളരെ കുറവാണ്. ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നത് തന്നെ ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ എന്റെ മതിയായി, ഇനി പോക്ക് വേണ്ട, ഹാപ്പി പോലെ ആശ്വാസമായി. പക്ഷെ നമ്മള് പുറത്തോട്ടൊക്കെ അങ്ങനെയല്ല. 6 months അവര് കമ്പൽസറി ഗൈനക്കോളജി അപ്പോയിന്റ്മെന്റ്. കമ്പൽസറി ആണോന്ന് അറിയില്ല, പക്ഷെ അവര് ഗൈനക് അപ്പോയിന്റ്മെന്റ് ചെയ്യാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ മാത്രമാണ് സംഭവം ഇല്ലാത്തത്. വേണം.